ഹലോ ഫ്രണ്ട്സ്, അർജുനാണ്. അപ്പോൾ ആട് 3 ഇന്ന് കണ്ടു. ഇന്നായിരുന്നു റിലീസ്. അതിനെപ്പറ്റി നമുക്ക് പറയാം. അതിനു മുൻപ് വിനായകൻ ദ ഷോ സ്റ്റീലർ, സാധാ ഡ്യൂഡല്ല, ഓറാ ഡ്യൂഡ്. പക്ഷെ പുള്ളി വന്ന് നിൽക്കണ ഓരോ സീനും എന്നെ ഓറയാണ്. അതായത് കോട്ട് സൂട്ടൊക്കെ ഇട്ട് വന്ന ആ പോസ്റ്ററിൽ നിൽക്കുമ്പോൾ എന്നെ ഓറയാണ് പുള്ളിക്ക്. ശരിക്കും പറഞ്ഞാൽ പുള്ളി ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫാണ്. അമ്മാതിരി പെർഫോമൻസാണ്. ഷോ സ്റ്റീലർ, റിയൽ ഷോ സ്റ്റീലർ. പുള്ളിയും ധർമ്മജനുമാണ് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ കയ്യടി നേടിയിരിക്കുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ ആട് 3, ദ റൈറ്റർ ഡയറക്ടർ ഇമ്മാനുവൽ തോമസ്. പടത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പടം എനിക്കൊരു ആവറേജ് ക്ലിക്കായിട്ടാണ് ഫീൽ ചെയ്തത്. എന്ന് വെച്ചാൽ ഒരുപാട് മേളിലുമില്ല, ഒരുപാട് താഴെയില്ല. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആട് ഫ്രാഞ്ചൈസിയിലെ തേർഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ ഫ്ലോപ്പായിരുന്നു, പക്ഷേ ടൊറൻറ്റിൽ ഹിറ്റായിരുന്നു. ഞാനിപ്പോൾ മൊബൈലിലാണ് കോളേജിൽ പഠിക്കുന്ന ടൈമിലാണ് ആ പടം കാണുന്നത്. സെക്കൻഡ് തിയേറ്ററിൽ ഹിറ്റായിരുന്നു. അപ്പോൾ അത് തേർഡ് പാർട്ട് ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് 2 പാർട്ടിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തേർഡ് പാർട്ട് ഒരു ജോണർ ഷിഫ്റ്റ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ടൈം ലൈൻ വരുന്നുണ്ട്. എന്നുവെച്ചാൽ 3 ടൈം ലൈനായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ ലാഗുകൾ, കാരണം എൻഗേജ് ചെയ്ത് അങ്ങോട്ട് ഇരുത്തുന്നില്ല. അത്യാവശ്യം നല്ല രീതിക്ക് ലെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം. അതായത് ആട് സീരീസിലെ ഐക്കണിക് സ്റ്റാർസിന് എല്ലാവർക്കും ഈക്വൽ സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല അവർ വരുന്ന എല്ലാ സീൻസും അടിപൊളിയാണ്. കാരണം തിയേറ്ററിൽ ഫാമിലി ഓഡിയൻസിന് എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്നുവെച്ചാൽ ഒരു പാക്ക്ഡ് ആയിട്ടുള്ള തിയേറ്ററിൽ കാണണം, എങ്കിലേ നമുക്ക് ഫീൽ ആവുള്ളൂ. ഒരുപാട് ഞാൻ തിയേറ്റർ വാച്ച് റെക്കമെൻഡ് ചെയ്യത്തില്ല, കാരണം അത്ര വലിയൊരു ഹൈപ്പ് കൊടുക്കാനുള്ളൊരു പടമില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം ഇപ്പോൾ കോമഡി ആണെന്നുള്ള ആട് സീരീസ് മെയിനായിട്ട് പറയുന്നുണ്ടെങ്കിൽ കോമഡിയാണ് ഇവർ മെയിനായിട്ട് പുഷ് ചെയ്യുന്നത്. പക്ഷേ കോമഡി ഈ ഒരു തേർഡ് പാർട്ടിൽ കോമഡി നോർമൽ ടൈപ്പാണ്. എന്ന് വെച്ചാൽ നമുക്ക് ചില സമയത്ത് ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യും. കാരണം ചില കോമഡി സ്കിറ്റ് ടൈപ്പ് കോമഡിയും കാര്യങ്ങളൊക്കെയാണ് ഇവർ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി മേക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ പടം ടോപ്പ് നോച്ചാണ്. കാരണം ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ നല്ല രീതി പ്രവർത്തിയിട്ടുണ്ട്. കാരണം ബഡ്ജറ്റ് കൂടുതലാണ് പടത്തിന്. കാരണം ഇത് ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ഫസ്റ്റ് കൊളാബറേഷനാണ് വേറൊരു ഫിലിം കമ്പനിയായിട്ട്. അതായത് ഫ്രൈഡേ ഫിലിം ഹൗസും കാവ്യ ഫിലിം കമ്പനിയും കൂടി കൊളാബറേറ്റ് ചെയ്താണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഓഫ് കോഴ്സ് ബിജിഎമ്മും കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് പാർട്ട് തൊട്ട് കണ്ടുവരുന്നതാണ്. എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള പെർഫെക്റ്റ് എന്താണ് സിറ്റുവേഷൻ വൈസ് ആയിട്ടുള്ള അവരുടെ ആ ബിജിഎമ്മും കാര്യങ്ങളും എല്ലാം നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതുണ്ട്. പിന്നെ എടുത്തു പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഫിനിറ്റി വാറിൽ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ തോറിന് കിട്ടുന്ന ഒരു റീ എൻട്രി ഉണ്ട്. അതുപോലൊരു സാധനം ഈ പടത്തിൽ കൊണ്ടൊരാൾക്ക്, അതൊക്കെ നൈസ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എന്ന് വെച്ചാൽ ഒരുപാട് ഹൈ മൊമെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു എന്ന് വെച്ചാൽ ഒരു ഓഡിയൻസ് പാക്ഡ് ആയിട്ടുള്ളൊരു തിയേറ്ററിൽ കണ്ടാൽ നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടും. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു OTTയിൽ കാണാവുന്നതേ ഉള്ളൂ. കാരണം OTT കാണുമ്പോൾ ഉള്ളൊരു ഫീലേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആട് 3 ഇതിനെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായം ഇതാണ്. അപ്പോൾ കണ്ടവർ കമൻറ്റ് ചെയ്യുക, അല്ലാത്തവർ തിയേറ്ററിൽ പോയി കാണുക. സമയമുണ്ടെങ്കിൽ 200 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.